ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ ഇല്ലാതെ ഒരു മോര് കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി മോര് കറി. നമ്മൾ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും രണ്ടിലും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി മോര് കറി. ഏറ്റവും ആദ്യം നമ്മൾ പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇതിൽ നമ്മളൊരു 8-10 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചി ഇച്ചിരി ഫ്രൈ ആയി കഴിഞ്ഞ് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞിട്ടിടാം. കുറച്ച് വേപ്പിലയും ഇടാം. ഇനി ഇതും നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി വെളുത്തുള്ളിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലൊരു സവോള ഇടാൻ പോവുകയാണ്. സവോള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ടേക്കാം. നല്ലപോലെ മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ട് സവോള നല്ല ഇച്ചിരി ഫ്രൈ ആവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് എടുക്കും. കൂടുതൽ ഒത്തിരി ഒന്നും ഫ്രൈ ചെയ്യണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു കളറ് മാറി കിട്ടുന്ന വരെ നമുക്ക് ഇച്ചിരി ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് പാകത്തിന് ഉപ്പാണ്. ഉപ്പിൻ്റെ കൂടെ മഞ്ഞൾ ഇടുവാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ ഫ്രഷ് മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും പൊടിച്ചിട്ട് എടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ തണുപ്പക്കാലം ആയ കാരണം ഇത്ര പൊടിക്കാൻ പറ്റുന്നില്ല, ഉണങ്ങി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണം. ഫ്രഷ് യൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഈ മാർക്കറ്റിൻ്റെ പൊടീൻ്റെ കാട്ടിൽ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു കപ്പ് വെള്ളരിക്ക കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് നല്ലപോലെ മിക്സാക്കാം. മിക്സാക്കി കഴിഞ്ഞ് നമ്മൾ ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ നമുക്ക് വെള്ളരിക്ക വെന്ത് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ടൈം എടുക്കും ഇത് വേകാൻ. അപ്പോൾ ഇത് മൂടി വെച്ചേക്കാം. മൂടി നമ്മളൊരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലപോലെ സൂപ്പറായിട്ട് നമ്മൾ വെള്ളരിക്ക വെന്ത് വരും. 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നോക്ക്, നമ്മുടെ വെള്ളരിക്ക നല്ല ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് ഫ്രണ്ട്സ്, ഈ നേരം നമ്മൾ ഗ്യാസ് ഓഫാക്കി വെക്കുക. ഇമ്മീഡിയറ്റ്ലി ഓഫാക്കിയിട്ട് ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നു ഫ്രഷ് നമ്മുടെ കേർഡ് തൈരാണ്. നല്ലപോലെ ഉടച്ച് എടുത്ത് തൈരാണ്. ഇത് പുളി ഇല്ലാത്ത തൈരാണ് ഫ്രണ്ട്സ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ മാർക്കറ്റിൽ ഈ പുളി ഇല്ലാത്ത തൈര് കിട്ടുമല്ലോ, അതെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി പുളിയൊന്നും വേണ്ട. അത് നല്ലപോലെ മിക്സ് ആക്കുക. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്, ഇത് ടിപ്പാണ്. നോക്കണം, നമ്മൾ ഈ തൈരിട്ട് കഴിഞ്ഞ് തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ വറുത്ത് പൊടിച്ച് ജീരകവും പിന്നെ ഉലുവ പൊടി ഇട്ട് മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ട് ഇത് നമ്മൾ സൈഡിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി. ഇത് ഇനിയിട്ടിപ്പോൾ നമുക്ക് ഇതിൽ ഒരു വറ റെഡിയാക്കണമുണ്ട്, അതേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് തിളപ്പിക്കരുത്. അങ്ങനെ തന്നെ ജസ്റ്റ് നമ്മുടെ വെള്ളരിക്ക നല്ല ചൂടുള്ള വെള്ളരിക്കയല്ലേ, അതിൽ തന്നെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കണം. അപ്പോൾ നല്ല കട്ടിയായി തൈര് ഇരിക്കും. മോരുകറി നല്ല കട്ടിയായിട്ട് മോരുകറി ഇരിക്കും. നമ്മൾ ഈ മോരുകറി ഉടച്ചെടുത്ത് തൈരിൽ വെള്ളം ഇടാതെ എടുക്കുവാണ്. ചെറുതായിട്ട് വെള്ളം ഒഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഇടുന്നില്ല. അപ്പം നല്ല ടേസ്റ്റി മോരുകറിയായി വരും. ഇനി നമുക്ക് വറ എടുക്കാം. വറ വേണ്ടി ഒരു വേറെ പാത്രത്തിൽ 1 സ്പൂണ് വെളിച്ചെണ്ണ എടുത്ത് അതിലൊരു 1/2 സ്പൂണ് കടുകിടാം. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് അതിലൊരു 2 ഉണക്ക മുളകിടാം. അത് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഇപ്പം നമ്മുടെ എണ്ണ നല്ല ചൂടായ എണ്ണയാണ്. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കും. ഓഫാക്കി കഴിഞ്ഞ് ഇതിൽ ഒരു 1/2 സ്പൂണ് കായം ഇടാം. കായം പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 സ്പൂണ് ചില്ലി പൗഡർ, മുളക് ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ആ ചൂടോട് വറ എടുത്ത് നമ്മൾ ഈ മോര് കറിയിലിടാം. പിന്നെ ഒരു സോഫ്റ്റായിട്ട് ഇതൊന്ന് അലക്കി മിക്സ് ആക്കി കൊടുക്കണം. നല്ല അടിപൊളി മോര് കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈസി സ്റ്റെപ്സാണ്. വേറെ കൂടുതൽ ഒന്നി നമുക്ക് നോക്കേണ്ടത് ഈ തൈരിട്ട് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട, അത് മാത്രം ഒരു കാര്യം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈസി ആയിട്ട് റെഡിയാവും. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഷുവറായിട്ട് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം.